പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എന്ത് പേരിട്ട് നിങ്ങൾ വിളിക്കണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനൊരു 45 വർഷമായിട്ട് മാജിക് കാണിച്ച് നടക്കുന്ന ഒരാളാണ്. പക്ഷെ ഇന്ന് യഥാർത്ഥത്തിൽ മാജിക് കാണിച്ച് എന്നെ വിസ്മയിപ്പിച്ചത് ബ്രിട്ടീഷ് ചാരിറ്റി ഫൗണ്ടേഷനാണ്. ഇങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് കയറി വരുന്ന സമയത്ത് എന്റെ പ്രതീക്ഷയിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്രമാത്രം വിപുലമായ ഒരു പരിപാടിയാണെന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. പക്ഷേ ഏറ്റവും മനോഹരമായി അതും ഡെപ്യൂട്ടി മേയർ ഫ്ലാഗ് ഓഫ് ചെയ്ത് ഒരു മഹത്തായ നടത്തം, മഹത്തായ വാക്ക്, ആ വാക്ക് നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഓരോ അടി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന സമയത്തും നമ്മൾ ഒരു വലിയ സ്വപ്നത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ് എല്ലാവരും. എനിക്ക് പറയാനുള്ളത് ഇപ്പം ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു മനുഷ്യനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ പേര് MK ലൂക്ക എന്നാണ്. കോട്ടയത്ത് വിവിധ കോളേജുകളിൽ ഒരു ഹിന്ദി പ്രൊഫസറായിരുന്നു അദ്ദേഹം. ഒരു ദിവസം ഡിഫറെന്റ് ആർട്സ് സെന്ററിൽ വന്ന് അവിടുത്തെ മക്കളെ കണ്ട്, അവിടുത്തെ മാതാപിതാക്കളെ കണ്ട് സംസാരിച്ചിട്ട് എന്നെ കാണാൻ പോലും നിൽക്കാതെ തിരിച്ചു പോയിട്ട് അദ്ദേഹം നാട്ടിൽ പോയിട്ട് എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതരായിട്ടുള്ള കുട്ടികളെ കണ്ടപ്പോഴാണല്ലോ സാറിന് മനംമാറ്റം ഉണ്ടായത്, അതുകൊണ്ടാണല്ലോ മാജിക് അവസാനിപ്പിച്ചത്. കാസർഗോഡിന്റെ മണ്ണിൽ അതുപോലെ ആ കുട്ടികൾക്ക് വേണ്ടി ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ ഞാൻ സ്ഥലം മേടിച്ചു തരാമെന്ന് പറഞ്ഞു. നമ്മുടെ ഡിഫറെന്റ് ആർട്സ് സെന്റർ എന്ന് പറഞ്ഞ ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ്. അതിനകത്തേക്ക് വരുന്ന ഓരോ രൂപയും എവിടെ നിന്നാണ് വരുന്നതെന്ന് അന്വേഷിക്കണം. സ്വാഭാവികമായിട്ട് ഞാൻ പോയി അന്വേഷിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തിയത് അദ്ദേഹം ഒരു ബാത്റൂമുള്ള ഒരു മുറിയിൽ താമസിക്കുന്ന വളരെ സാത്വികനായ ഒരു മനുഷ്യൻ. അപ്പോൾ നമ്മൾ അദ്ദേഹമായിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡിന്റെ മടിക്കൈ എന്നൊരു സ്ഥലം കണ്ടെത്തി അദ്ദേഹം ചാരിറ്റബിൾ സൊസൈറ്റിയിലേക്ക് ഫണ്ട് തന്ന് 20 ഏക്കർ ലാൻഡ് ആ മനുഷ്യൻ നമുക്ക് മേടിച്ചു തന്നു. പക്ഷേ നമ്മളെ വേദനിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 8 മാസം മാത്രമേ കണ്ടിട്ടുള്ളൂ. അദ്ദേഹം കുറച്ച് പോത്തുകളൊക്കെ മേടിച്ചവിടെ അതിനെ തീറ്റിപ്പൂറ്റി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പം അദ്ദേഹം പറയും, ഇതിന്റെ പണിയെല്ലാം കഴിഞ്ഞാൽ ഇതിന്റെ മേലൊരു മുറി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എനിക്കൊരു സ്ഥലം വേണം, അതിനകത്ത് ജനലിലൂടെ ഞാനിങ്ങനെ കുട്ടികൾ വരുന്നത് പോകുന്നതൊക്കെ കണ്ട് ജീവിക്കണമെന്ന് പറയുമായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ബ്രെയിൻ ട്യൂമർ വന്നു. അദ്ദേഹം ഭൂമിയിൽ നിന്ന് പോയി. ആ സമയത്താണ് നമ്മുടെ ഈ വിവാദങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഭയം, ഇത് പൂർത്തിയാവില്ല എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉണ്ടാവില്ല, ഞാൻ അവിടെ നിന്നുകൊണ്ട് കാണും, അത് പൂർത്തിയാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സ്വപ്നത്തിന്റെ ഭാഗമാവുകയാണ് നിങ്ങളെല്ലാവരും. കാസർഗോഡിന്റെ മണ്ണിൽ ഈ കുട്ടികൾക്ക് വേണ്ടി ഒരു സംരംഭം തുടങ്ങുന്ന സമയത്ത് നമ്മൾ നടക്കുന്ന ഓരോ ചുവടുകൾ പോലും എത്രയോ നടക്കാൻ സാധിക്കാത്ത കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ സംരംഭത്തിന്റെ ഭാഗമാണ്. ഒരുപക്ഷെ നിങ്ങളാരും കാസർഗോഡുകാരല്ലാത്തവരാരും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കുട്ടികൾ അവിടെ വന്ന് കണ്ടിട്ടുണ്ടാവില്ല. ഭിന്നശേഷിയുള്ള ലോകത്തെ കുറിച്ച് എത്രമാത്രം നിങ്ങൾക്കറിയാം എന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറയുന്നത് ആ ഒരു ചരിത്ര മുഹൂർത്തത്തിന്റെ ഭാഗമാവുന്നു ഇന്ന് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയുന്നൊരു കഥയുണ്ട്. ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പ്രായം ചെന്ന ഒരു മനുഷ്യൻ വന്നത്. അയാൾ പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോയിട്ട് ഡോക്ടറെ, എനിക്ക് ഒന്ന് എൻ്റെ ഭാര്യയുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അതുകൊണ്ട് എന്നെ പെട്ടെന്ന് ചികിത്സിച്ച് വിടാൻ വേണ്ടിയിട്ട് ഡോക്ടറോട് പറയണമെന്ന് പറഞ്ഞു. അവർ കടത്തി വിട്ടു. ഡോക്ടറോടും പറഞ്ഞു, സാറേ എനിക്ക് വീട്ടിൽ പോയിട്ട് എൻ്റെ ഭാര്യയുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, പെട്ടെന്ന് പരിശോധിച്ച് വിടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്താ തന്നെ നിർബന്ധം എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് അൽഷിമേഴ്സ് ആണ് സാർ, എന്നെ കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്, ഞാൻ എന്നും അവളുടെ കൂടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതെന്ന് പറഞ്ഞു. ഡോക്ടർ ചോദിച്ചു, നിങ്ങളുടെ ഭാര്യയ്ക്ക് അൽഷിമേഴ്സ് ആണെങ്കിൽ നിങ്ങളെ കണ്ടാൽ തിരിച്ചറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് വാശി പിടിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ തിരിച്ചറിയില്ല എന്നേ ഉള്ളൂ സാർ, പക്ഷെ എനിക്ക് എൻ്റെ ഭാര്യയെ തിരിച്ചറിയാം. ഞാൻ പറയുന്നത് നിങ്ങൾ കാണാത്ത, ഞാനും കാണാത്ത എത്രയോ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് ഈ ഒരു വലിയ നടത്തം സംഘടിപ്പിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷന്റെ ചെയർമാനോട്, സാരഥികളോട് എല്ലാവരോടും നന്ദി പറയുന്നു. അതോടൊപ്പം അതിനേക്കാൾ അപ്പുറം എനിക്ക് നന്ദി പറയേണ്ട ഒരു വ്യക്തിയുണ്ട്. എൻ്റെ തൊട്ടു മുന്നിൽ ഒരു മൊബൈൽ ഫോണുമായിട്ട് പിടിച്ചു നിൽക്കുന്ന ശ്രീ ഷാജൻ സ്കറിയ എന്ന് പറയുന്ന പ്രിയ സുഹൃത്ത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു സംരംഭം ഈ ഒരു ഭാഗത്തിന്റെ ഭാഗമാവാൻ സാധിച്ചതിൽ നന്ദിയുണ്ട്. ഈ ഒരു പ്രതിസന്ധികളൊക്കെ വന്ന സമയത്തും ഷാജൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഷാജൻ എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഡിഫറെന്റ് ആർട്സ് സെന്റർ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊന്നും പറയാനുള്ള ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കുകയാണ്. സ്നേഹം, നിറഞ്ഞ സ്നേഹം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്. താങ്ക് യു സോ മച്ച്.